അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങാൻ പേടിക്കുന്നു. കാരണം എന്താണെന്ന് അറിയാമോ? കേരളത്തിൽ നിന്ന് ഡോക്ടർ ടി.എം. തോമസ് ഐസക്കും പിണറായി വിജയനും കൂടി വെനസ്വേലൻ വിഷയത്തിൽ ട്രംപിനെതിരെ കടുത്ത ഫേസ്ബുക്ക് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. ഈ കനൽത്തരികളുടെ ചൂടേറ്റ് ട്രംപിന്റെ വിഗ് പോലും കരിഞ്ഞുപോയോ എന്നാണ് സോഷ്യൽ മീഡിയയുടെ സംശയം. വെനസ്വേലയിൽ മഡൂറോ പോയെങ്കിലും കേരളത്തിലെ അന്തംഗമ്മികൾ വിടാൻ ഭാവമില്ല. ട്രംപിനെ വിറപ്പിക്കുന്ന ആ വമ്പൻ സ്റ്റോറി നമുക്കൊന്ന് നോക്കിയാലോ. ലോക പോലീസായ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇപ്പോൾ വലിയൊരു അബദ്ധം പറ്റിയിരിക്കുകയാണ്. പാവം ട്രംപ് വിചാരിച്ചത് വെനസ്വേലയിലെ മഡൂറോയെ പിടിച്ച് കയ്യിൽ വിലങ്ങ് വെച്ച് ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോയ കളി കഴിഞ്ഞു എന്നായിരുന്നു. പക്ഷെ ട്രംപ് ഒരു കാര്യം മറന്നുപോയി. കേരളത്തിലെ വിപ്ലവ സിംഹങ്ങൾ ഇത് കാണുന്നുണ്ടായിരുന്നു. നമ്മുടെ മുൻ ധനമന്ത്രി തോമസ് ഐസക് ഇതാ ട്രംപിന് താക്കീതുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. മഡൂറോയെ പിടിച്ചെന്ന് കരുതി ട്രംപ് അങ്ങ് അഹങ്കരിക്കേണ്ട എന്നാണ് ഐസക്കിന്റെ ലൈന്. മഡൂറോയെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം ഗുഡ് നൈറ്റ് പറഞ്ഞു പോലും. ഇത് കേട്ട് ട്രംപ് പേടിച്ച് വിറച്ചിട്ടുണ്ടാകുമെന്നാണ് ഐസക് പറയാതെ പറയുന്നത്. ഐസക്കിന്റെ പുതിയ തിയറി പ്രകാരം വെനസ്വേലയിൽ ട്രംപിന് ഭരിക്കണമെങ്കിൽ ഇറാഖിലും സിറിയയിലും ഉള്ളതിനേക്കാൾ പട്ടാളത്തെ ഇറക്കേണ്ടി വരും. അതായത് അമേരിക്കൻ പട്ടാളം മുഴുവൻ വെനസ്വേലയിലെ കവലകളിൽ തോമസ് ഐസക്കിന്റെ പോസ്റ്റ് വായിച്ച് വിറച്ചു നിൽക്കുമെന്നർത്ഥം. ട്രംപിനെ പേടിപ്പിക്കുന്ന ആ സായുധ ജനക്കൂട്ടം. ഐസക് പറയുന്ന മറ്റൊരു രസകരമായ കാര്യം നോക്കാം. വെനസ്വേലയിൽ സായുധ ജനക്കൂട്ടം അമേരിക്കയെ നേരിടുമത്രേ. 22% പേർ മാത്രമേ അമേരിക്കയെ അനുകൂലിക്കുന്നുള്ളൂ എന്ന് ഐസക് എവിടെ നിന്ന് ഒപ്പിച്ചു എന്തോ ഒരു കണക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വെനസ്വേലയിലെ തെരുവിൽ ജനം ആഘോഷിക്കുന്നത് കണ്ട് അത് പ്രവാസികളാണെന്ന് പറഞ്ഞ് തള്ളാനും നമ്മുടെ ഐസക്കിന് പ്രത്യേക കഴിവുണ്ട്. സത്യത്തിൽ ട്രംപ് ഇപ്പോൾ ആലോചിക്കുന്നത് ഐസക്കിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് വൈറ്റ് ഹൗസിന് ചുറ്റും അധികം സെക്യൂരിറ്റിയെ വെക്കണമോ എന്നാണ്. ഡെൽസിക്കും ട്രംപിന്റെ ചീറ്റിയ പ്ലാനും. അതായത് മഡൂറോയ്ക്ക് പകരം വന്ന ഡെൽസി റോഡ്രിഗസിനെ കണ്ട് ട്രംപ് വിയർക്കുന്നു എന്നാണ് ഐസക്കിന്റെ കണ്ടെത്തൽ. ഡെൽസിയുടെ അച്ഛൻ പണ്ട് കൊല്ലപ്പെട്ട കഥയൊക്കെ പറഞ്ഞ് അവരെ ഒരു സൂപ്പർ ഹീറോയിനാക്കി മാറ്റിയിരിക്കുകയാണ്. ഡെൽസി ഒരു പ്രസ്താവന ഇറക്കിയപ്പോഴേക്കും ട്രംപ് പതറിപ്പോയി പോലും. ട്രംപിന് നൊബേൽ സമ്മാനം കൊടുക്കാൻ നടന്ന പ്രതിപക്ഷ നേതാവ് മറിയ മച്ചഡോയെ പോലും ട്രംപ് ഇപ്പോൾ തള്ളി പറഞ്ഞത്രേ. ഐസക് എഴുതുന്നത് കണ്ടാൽ തോന്നും ട്രംപ് ഓരോ തീരുമാനവും എടുക്കുന്നത് ഐസക്കിന്റെ ഉപദേശം കേട്ടിട്ടാണെന്ന്. സത്യം പറഞ്ഞാൽ പിണറായി വിജയനും ശിവൻകുട്ടിയും ഐസക്കും ഒക്കെ ഇങ്ങനെ കൂടി വെല്ലുവിളിക്കുമ്പോൾ ട്രംപ് അവിടെ പേടിച്ച് വിറച്ചിരിക്കുകയായിരിക്കും. അയ്യോ, കേരളത്തിലെ CPM നേതാക്കൾ എന്നെ പരിഹസിക്കുന്നല്ലോ, ഇനി ഞാൻ എങ്ങനെ പ്രസിഡന്റായിട്ട് തുടരുമെന്ന് ട്രംപ് കരഞ്ഞു വിളിക്കുന്നുണ്ടാകും. മഡൂറോയെ ഉടനെ തന്നെ വിട്ടയച്ച് ഒരു മാപ്പും പറഞ്ഞ് ട്രംപ് പിന്മാറാൻ സാധ്യതയുണ്ട്. കാരണം ഈ കനൽത്തരികൾ അങ്ങ് അമേരിക്ക വരെ പറന്നെത്തി ട്രംപിന്റെ സിംഹാസനം കത്തിച്ചു കളഞ്ഞാലോ. എന്തായാലും തോമസ് ഐസക്കിന്റെ ഈ കുറിപ്പ് ലോക രാഷ്ട്രീയത്തിൽ ഒരു പുതിയ വഴിത്തിരിവാണ് കേട്ടോ. വെനസ്വേലൻ ജനതയേക്കാൾ കൂടുതൽ മഡൂറോയ്ക്ക് വേണ്ടി നെഞ്ചുപൊട്ടുന്നത് കേരളത്തിലെ ഈ നേതാക്കൾക്കാണ്. അത് ഓർക്കുമ്പോഴാണ് ഒരു അഭിമാനമൊക്കെ തോന്നുന്നത്.